പൈസ ഞാൻ തരത്തില്ല. അതുകൊണ്ട് ഇവിടെ അരിയാട്ടം നിർത്തിക്കൊന്ന. അതെ ഗൈസ്, ഇവർ രണ്ടുപേരും ചെന്നായ്ക്കളാണ്. ഞങ്ങൾ രണ്ടുപേരും അടി കൂടുന്ന കാണുന്ന ചെന്നായ്ക്കളാണ് ഇവർ രണ്ടുപേരും. ഇതാണ് ഗൈസ് ഈ ഇങ്ങനെ അല്ലേ. നല്ല പനിയായിരുന്നു രാവിലെയൊക്കെ. ഉച്ചയ്ക്ക് ഹായ് പറ. നല്ല രസമല്ലേ കാണാൻ കൊള്ളാല്ലേ. എന്റെ കുഞ്ഞമ്മയെ കൊണ്ട് കഷ്ടതകൾ ചെയ്യുന്ന രണ്ട് മക്കൾ. ആരും അറിഞ്ഞ് കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന എന്റെ ഡയലോഗുകളൊക്കെ ദാ പറയുന്ന ഗായ്സ്. എന്താണ് എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വിചാരിച്ചാൽ, ഇന്ന് ഞാനും അഖിൽചേട്ടനും കൂടെ അമ്പലത്തിൽ പോവാണ്, ഗണപതി അമ്പലത്തിൽ. അതിൻ്റെ ഫോൺ മേടിച്ചിട്ട് ആദ്യമായിട്ട് പോവാണ്. ഗണപതി അമ്പലത്തിൽ ശിവനമ്പലത്തിലും പോകുന്നില്ല, അഖിൽചേട്ടാ പോകുന്നുണ്ട് കേട്ടോ ഗായ്സ്. ഞാനുണ്ടോ പോകുന്നുണ്ടോ, എന്ത് ചെയ്യാനാണ് ഗൈസ്. എന്തായാലും ഞാൻ താണ്ട് ഇങ്ങനെ ഒരു ചുരിദാറാണ് ഇട്ടേക്കുന്നത്. എനിക്ക് ഇന്നൊരു ചുരിദാർ ഇടാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ഗൈസ്. അൽച്ചേട്ടൻ താണ്ട മുണ്ടും ഉടുപ്പൊക്കെ ഇട്ടിട്ട് വരുവാണ്. അപ്പോൾ എന്താ സമയം ഏകദേശം 6:22 ആയിട്ടുണ്ട്. 6:20 കഴിഞ്ഞ് 22. അപ്പോൾ അത്രയും സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ 6:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. ഒരു 6:45 ആകുമ്പോഴത്തേനും അവിടെ എത്തും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാം. എനിക്ക് നല്ല പനിയായിരുന്നു രാവിലെയൊക്കെ. ഉച്ചയ്ക്ക് ലൈവ് ചെയ്തു, പിന്നെ അങ്ങ് റെഡിയായി. ഇപ്പോഴും ഉണ്ടൊരു മൂക്കിനൊരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ട്. തിരിച്ചു വരുമ്പോഴത്തേനും ഒരു ക്ലിനിക്കിലും കൂടെ കയറണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും പോയിട്ട് വന്നിട്ട് കാണാം. ഞാനിനി ഇൻട്രോ പറഞ്ഞ് നിങ്ങളെ ഒരുപാട് അങ്ങ് വെറുപ്പിക്കുന്നില്ല. അപ്പം എന്തായാലും ഇനി നമുക്ക് പോകുന്ന വഴിക്ക് കാണാം കേട്ടോ. അപ്പം ചേട്ടാ, നല്ല പനിയായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കുറേ വൃത്തിയിട്ട ചുമകളും. എന്ത് ചെയ്യാനാണ്. അഖിൽചേട്ടൻ താണ്ട് ഇപ്പം വരും കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങുവാണ്. അഖിൽചേട്ടൻ നല്ല വണ്ടിയിലോട്ട് കയറി ഇരുന്ന് വണ്ടി എടുക്കുവാണ് ഗായ്സ്. കാണിച്ചു തരണ്ട അഖിൽചേട്ടനെ. അഖി ഹായ് പറ. അമ്പലത്തിൽ ചെന്നിട്ട് കാണാം കേട്ടോ ഗായ്സ്. ഞങ്ങൾ അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും നന്ദോണനെ കണ്ടു. അങ്ങനെ നന്ദോണൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചതിന് ശേഷം നേരെ അമ്പലത്തിലോട്ട് പോയി. കുറേ നേരം എന്ന് വിചാരിച്ചാൽ ഒരു 5 മിനിറ്റ് പോലും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ നേരെ ഗണപതി അമ്പലത്തിലോട്ടാണ് ആദ്യം പോകാമെന്ന് വിചാരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഇരുട്ടൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം ഇതാണ് ശിവനമ്പലം. അപ്പം ഞാൻ അൽച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ അൽച്ചേട്ടൻ നമുക്ക് ആദ്യം ശിവനമ്പലത്തിൽ പോകാം, എന്നിട്ട് ഗണപതി അമ്പലത്തിൽ പോകുന്നത്. പിന്നെ അൽച്ചേട്ടൻ വണ്ടി തിരിച്ചിട്ട് ആദ്യം എന്നാൽ പിന്നെ ശിവനമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചു. അകത്തെല്ലാം തൊഴുതതിന് ശേഷം പുറത്ത് തൊഴുവാണ് കേട്ടോ ഞങ്ങൾ. നല്ല രസമല്ലേ കാണാൻ കൊള്ളാല്ലേ. എന്താ സംഭവം എന്ന് വിചാരിച്ചാൽ പുതിയ ഫോൺ ആയതുകൊണ്ട് കാണാൻ കൊള്ളാമെന്ന് പറയുവാണ്. അൽച്ചേട്ടൻ ഫോൺ താത്തുവൊക്കെ അമ്പലമാണെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയുമായിരുന്നു. പിന്നെയും ഞങ്ങൾ അതിലേ നടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു എന്തൊരു നല്ല സമാധാനമായ ഒരു അന്തരീക്ഷം എന്ന് പറയുമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുളത്തിൻ്റെ അവിടെയാണെങ്കിൽ ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു, അടച്ചിട്ടേക്കുമായിരുന്നു. പിന്നെ ആണെങ്കിൽ പുറത്തിറങ്ങി അൽച്ചേട്ടൻ ഉടുപ്പൊക്കെ ഇടുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വാ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം, വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോട്ടോ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ചുറ്റും കാണിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും കാണിക്കാമല്ലോ. അഖിൽചേട്ടൻ ഈ കിടന്ന് പറയുന്നത് എന്നെ വഴക്ക് പറയുകയാണ് കേട്ടോ. ഞാൻ വൈകുന്നേരം മരുന്ന് കഴിച്ചില്ലായിരുന്നു, എനിക്ക് നല്ല പനിയുണ്ടായിരുന്നു. പനി ഉള്ളപ്പം തന്നെയാണ് അമ്പലത്തിൽ വന്നതും. അപ്പം ഗുളിക കഴിക്കാത്തതിന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് അഖിൽചേട്ടൻ അവിടെ ഒരു പൂച്ചക്കുട്ടിയെ കിട്ടിയത്. അഖിൽചേട്ടൻ എന്താണെന്ന് അറിയത്തില്ല, മൃഗങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ആ പൂച്ചക്കുട്ടി ഒന്ന് തട്ടിയതേ ഉള്ളൂ, അപ്പോഴേ അഖിൽചേട്ടനെ പുറകെ വന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫോൺ കടയിൽ വന്നു. എൻ്റെ ഗ്ലാസ് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഗ്ലാസ് ഒട്ടിച്ചത് ആണെങ്കിൽ ഇന്നലെ നമ്മൾ പോയി ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്താണെങ്കിൽ മറ്റിങ്ങനെ എന്താ പറയുന്നതിന് ഇങ്ങനെ പൊങ്ങി വരുമായിരുന്നു. അതിനി ഒന്നും കൂടെ കൊണ്ടുപോയി കൊടുക്കണം. ഒരൊട്ടിച്ച കറക്റ്റ് ആയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പാനിപ്പൂരി കടയിലോട്ടാണ് പോയത്. എൻ്റെ അൽച്ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാനിപ്പൂരി. മുണ്ടെടുത്തുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അൽച്ചേട്ടനത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കുറേ പ്രാവുകളൊക്കെ പോയത്. പിന്നെ ആ ചേട്ടൻ പാനിപ്പൂരി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതൊന്നും എനിക്ക് അത്ര ഇഷ്ടമേ അല്ലായിരുന്നു. പണ്ടൊക്കെ അമ്മയുടെ കൂടെ പോകുമ്പോൾ അമ്മ വഴക്ക് പറയുമായിരുന്നു, പുറത്തുനിന്നൊന്നും മേടിച്ച് തരത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇതൊക്കെയാണ് തിന്നുന്നത്. പക്ഷേ ഒരിച്ചിരി തിന്നപ്പോഴത്തേന് തന്നെ എനിക്ക് വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിതിനോട് വലിയ താല്പര്യമില്ല. അഖിൽചേട്ടനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാനൊരു തുള്ളിയെങ്കിലും ഇത് കഴിക്കാൻ തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അഖിൽചേട്ടന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് അഖിൽചേട്ടൻ പറഞ്ഞത് അപ്പുറത്ത് ഗൗരിക്ക് പാനിപ്പൂരി വേണ്ടേന്ന്. ഞാൻ പറഞ്ഞു ഗൗരി ഇല്ലല്ലോ, പോയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഓർത്ത് അയ്യോ പോയില്ലല്ലോ എന്ന്. പിന്നെ കുഞ്ഞമ്മയെ വിളിച്ചു ചോദിച്ചു. കുഞ്ഞമ്മ പറഞ്ഞു എന്നാൽ മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ടുള്ള പാഴ്സലും കൂടെ മേടിക്കുവാണ് കേട്ടോ. അവൾക്കും ഇതുപോലെ പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അൽച്ചേട്ടനോട് പറയുകയാണ് നമ്മൾ രണ്ടുപേരെയും കാണാൻ നല്ല ഭംഗിയുണ്ടെന്നല്ലേ.
അപ്പോഴാണ് ആ അത്ഭുതം നടന്നത്. ആദ്യമായിട്ട് എൻ്റെ അഖിൽച്ചേട്ടൻ റോഡ് സൈഡിൽ വെച്ച് എനിക്കൊരു ഉമ്മ തന്നു എൻ്റെ തലയിൽ. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. സാധാരണ എൻ്റെ കൈ പോലും പിടിക്കാത്ത മനുഷ്യനാണ്. പിന്നെ പാഴ്സലൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് വണ്ടിയിൽ പെട്രോൾ അടിക്കണം എന്ന് ഓർത്തത്. എന്നാൽ പിന്നെ കൊട്ടാരക്കരയിൽ നിന്ന് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കൊട്ടാരക്കരയിൽ തന്നെ ഒരു പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ പോകുന്ന വഴി നമുക്കൊരു ബീഫ് റോസ്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മാവിൻചൂട്ടിൽ കടയിലാണ് വന്ന് ബീഫ് റോസ്റ്റ് എപ്പോഴും മേടിക്കുന്നത്. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറയുക മറ്റേ എന്താ മുട്ട പൊരിച്ചത് വേണ്ടെന്ന് പറയുമായിരുന്നു. അന്നേരമാണ് വിചാരിച്ചു വേണ്ടെന്ന്. പക്ഷെ ഞാൻ ചുമ്മാ പറഞ്ഞായിരുന്നു. എന്തൊക്കെയാ പറഞ്ഞെന്ന് പറ എന്തൊക്കെയാ പറഞ്ഞേ? ഇല്ല, പറ ഒന്നുകൂടെ പറ. ഇല്ല, കേട്ടില്ല, ഒന്നും കൂടെ പറ. ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നു. ഗൈസ്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പറ. ഇല്ല, ഉറക്കെ പറ. കേട്ടില്ല. കേട്ടില്ലെന്ന് കണ്ടോ? കേട്ട് പറ. ഇല്ല, കേട്ടില്ല, പറ. ഇത് പൊക്കോണ്ടിരിക്കുക. പറ. പൈസ ഞാൻ തരത്തില്ല. ആണ്ട് ഇവിടെ അരിയാട്ടം നിർത്തിക്കോന്ന അരിയാട്ട ആളെ വേണമെന്ന് പറഞ്ഞു. പറ ചേട്ടാ പ്ലീസ്, എന്തൊക്കെയാ പറഞ്ഞു? ഒരു ബീഫ് റോസ്റ്റ്, 2 ഡബിൾ ഓംപ്ലേറ്റ്, ഒരു സിംഗിൾ ഓംപ്ലേറ്റ്. നമ്മളോടല്ല, കുരുത്തം കേട്ട ചെറുക്കനാ ഗൈസ്. വെറും കുരുത്തം കേട്ട ചെറുക്കനാണ് ഗൈസ്. ഓടാ മണ്ട NH റോഡാന്ന് പറഞ്ഞു കൊടുക്കുക. മനസ്സിലായോ? ഞാൻ പറ, എന്തൊക്കെയാ മേടിച്ചെന്ന് പറ. എന്തൊക്കെയാന്ന് പറ ഗൈസ്. ഈ മോതിരം ആരുടെ എന്തെങ്കിലും ഈ മോതിരം ഇത് ഒരു ദിവസം ഞങ്ങൾ തേവന്നൂർ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്നതാണ് അഖിൽച്ചേട്ടൻ അമ്മയുടെ മോതിരം. അന്ന് മുതൽ എടുത്തിട്ടേ ആ മോതിരം ഇട്ടതിന് ശേഷം ഭയങ്കര ലക്ക. അങ്ങനെ ഞങ്ങൾക്ക് പാഴ്സലൊക്കെ കിട്ടി. ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ വീട്ടിലോട്ട് പോവുകയാണിനി. അതെ ഗൈസ്, നന്ദിയുണ്ട്. കണ്ടോ, ഇവക്ക് അതിന് പാവം വെച്ച് തിന്നത്തില്ല ഗൈസ്. ോ എന്റെ കുഞ്ഞമ്മയെ കൊണ്ട് കഷ്ടതകൾ ചെയ്യുന്ന 2 മക്കൾ. ഭയങ്കര പനി. ഞാൻ ചാരുവിനെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. നല്ല കെട്ടിപ്പിടിച്ച് പനി പിടിക്കട്ടെ കേട്ടോ. പനിപ്പൊരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലോട്ട് പോയപ്പോൾ കുഞ്ഞമ്മയ്ക്ക് നല്ല ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. വൈകിട്ട് കൊണ്ടുവരുന്ന ആൻറ്റി ആയിരുന്നു കൊണ്ടുവന്നത്. അപ്പം വീട്ടിലോട്ട് ചെന്നപ്പോൾ അഖിൽച്ചേട്ടൻ നല്ല ഡാൻസും കളിച്ചുകൊണ്ട് ഇതാണ്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു. അഖിൽച്ചേട്ടൻ പറയുന്നു ഞാൻ ഞൊടിച്ച ഈ പൂച്ചകൾ പോകുമെന്ന്. വേണ്ട, ഞാൻ ഞൊടിക്കാൻ പോവാണ്. കണ്ടോ, ഇവരെന്നെ പേടിച്ചോടുകയാണ് ഗൈസ്. ഇതാണോ അഖിൽച്ചേട്ടാ ഞൊടിക്കുന്നതെന്ന് പറയുന്നത്? നീ ഞൊടിക്കുന്ന. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ചക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പുറത്തോട്ട് പോയി. അപ്പം ഗൗരിയും ഞാനുമായിട്ട് സംസാരം നടക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മമ്മൂട്ടിയാണ് അവിടെ വന്നിരുന്ന് എനിക്ക് പനി ആയതുകൊണ്ട് എനിക്ക് ഒറ്റമൂലിയൊക്കെ പറഞ്ഞു തരുവാണ്. സമയം പോയി ഗൈസ്. നന്ദോണം നമുക്ക് വേണ്ടി 1 മണിക്കൂറായിട്ട് താഴെ വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടില്ല. ഞങ്ങളെ ഇരുട്ടായിട്ടാണോ നിങ്ങൾ കാണുന്നത്? ചെറിയ ഇരുട്ടാണ് ഗൈസ്. എന്ത് ചെയ്യാനാ? കണ്ടോ, ഇടിയൊക്കെ വിട്ടുന്നുണ്ട് ഗൈസ്. ദാണ്ടോ ഗോകുലം എന്നുള്ള ഒരു വണ്ടിയും കൊണ്ട് നന്ദുവണ്ണം വന്നിരിക്കുന്നു. നന്ദുവണ്ണം പുതിയ വണ്ടി എടുത്തെന്നാണ് തോന്നുന്നത്. എനിക്ക് നോക്കാം. നമുക്കിതിൻ്റെ ഓക്കെ തുറന്നു കേട്ട് എങ്ങനെയാ കയറുന്നേ? ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചാൽ നന്ദുവണ്ണൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേര് ഗോകുലം എന്നാണ് കേട്ടോ. അപ്പം ഈ വണ്ടിയുടെ പേരും ദാണ്ട ഗോകുലം എന്നാണ്. അപ്പോൾ അണ്ണ എൻ്റെ അടുത്തുകൊണ്ട് ബാ നമുക്കൊരു റിവ്യൂ ചെയ്യാമെന്ന്. മമ്മൂട്ടിയേട്ടനെ ഞാൻ വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ ഇതിനകത്ത് ഇനി അങ്ങ് ഉണ്ട്. എന്തായാലും 10-35 പേർക്ക് പോകാൻ പറ്റുന്നതാണ് കേട്ടോ. വണ്ടി ഫുൾ AC ആയിരുന്നു. എൻ്റെ പൊന്നെ, എനിക്ക് പനിയായിട്ട് പനി കൂടാൻ പിന്നെയും കാരണം അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അഖിൽച്ചേട്ടന് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും ഗായ്സ്, ഇത് കണ്ടോ, 10-35 പേർക്ക് പോകാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. എന്നെ കണ്ടിട്ട് കറുത്തിരിക്കുന്നല്ലേ. ഞങ്ങൾ എവിടാ പോന്നേന്നറിയാമോ? ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുണ്ട്രയില്
പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു വണ്ടി. അപ്പോഴത്തേനും നന്ദോണം പുറത്തോട്ട് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകെ മമ്മൂട്ടിയേടനും വാലേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മൂട്ടിയേടനെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ എവിടേക്കോ പോയിട്ട് ദോ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു മമ്മൂട്ടിയേടൻ എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ലെങ്കിലും ഉണ്ടല്ലോ എൻ്റെ എല്ലാ വീഡിയോയും കണ്ടിട്ട് കാണിക്കും. ആരും അറിഞ്ഞ് കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന എൻ്റെ ഡയലോഗുകളൊക്കെ ദാ പറയുന്നു ഗൈസ്. അല്ല ഗൈസ്, ദാണ്ടോ ഞാൻ പറയുന്ന ഡയലോഗുകളൊക്കെ പറയുന്നു. അണ്ണാ ഇത് വന്ന് തുറന്നതാ. കുടുക്കിയതോ? ഇങ്ങോട്ട് വാ. ഈ കടയിൽ വന്നിട്ടാണ് ഞങ്ങൾ എപ്പോഴും മിക്സഡ് ജ്യൂസ് കുടിക്കുന്നത് കേട്ടോ. അപ്പൊ 4 മിക്സഡ് ജ്യൂസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ്റെ അടുത്ത്. നല്ല ക്ലാരിറ്റി ഇല്ലയോ? മമ്മൂട്ടിയാണ് എൻ്റെ അടുത്ത് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഒരേ ഒരാൾ ഇതാണ് കേട്ടോ. എൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതപ്പെടുന്നത് കേട്ടോ. ഇവർ രണ്ടുപേരും ചെന്നായ്ക്കളാണ്. ഞങ്ങൾ രണ്ടുപേരും അടി കൂടുന്ന കാണുന്ന ചെന്നായ്ക്കളാണ് ഇവർ രണ്ടുപേരും. സത്യം. താങ്ക് യു ഗൈസ്. ഇതാണ് മിക്സഡ് ജ്യൂസ് കേട്ടോ. ഇവരെല്ലാം കുടിക്കാൻ തുടങ്ങി. മമ്മൂട്ടിയണ്ണനാണ് നമ്മളെ ഈ കട പരിചയപ്പെടുത്തി തന്നത് കേട്ടോ. നന്ദോടനാണോ ഈ കട പരിചയപ്പെടുത്തി തന്നെ? ഗായ്സ്, ഞാനിത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് കുടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പനിയാണ്, എനിക്ക് പനി ഒട്ടും വയ്യ. സൗണ്ട് ഫുള്ള് പോയി. എന്താണ് എൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവും. ക്യാമറ മാറിക്കൊണ്ട് നല്ല തണുപ്പുണ്ട് ഗൈസ്. തണുപ്പ് എൻ്റെ അഖിൽ ചേട്ടനെ പോലെ പലഹാരമൊക്കെ മേടിച്ചോണ്ട് വരത്തോളൂ. കണ്ടോ ഗൈസ്, കണ്ടോ ചിപ്സ്. വ്ളോഗർ ആയതിനു ശേഷം കേറി ഞാനാ ഫ്രണ്ടില് പോ. ഗൈസ്, ഞാനാണ് ഇന്ന് ഫ്രണ്ടില് തിരിച്ചു പോകുമ്പോ. നടക്കാൻ പറ്റുന്നില്ല. അയ്യോ എന്നാ തിരിഞ്ഞു കേറാ അറിയാത്തതിന് ഭയങ്കര വെയിറ്റ്. എനിക്ക് വേണ്ട ചിപ്സ് വേണ്ട. എനിക്ക് വേണ്ട, ഞാൻ ചിപ്സ് കഴിക്കത്തില്ല. ഞാൻ ഇത്രയും നിർബന്ധിച്ചോണ്ട് 2 എണ്ണം എടുത്തു തിന്നാ. ഇതെന്തോട്ടാ പ്ലാസ്റ്റിക്കോ? ഇത് കണ്ടോ, ഇവരെല്ലാരും ഇരുന്ന് തിന്നുകയാണ് കണ്ടോ. അവിടെ പുറവിൽ എന്റെ ഭർത്താവ് ഇരുന്ന് തിന്നുന്നു, സൈഡിൽ എന്റെ ചേട്ടൻ ഇരുന്ന് തിന്നുന്നു. ഇവരെല്ലാരും തിന്നണം എന്നൊരു വിചാരമുള്ള ഒരാളാണ്. പിന്നെ ഞാൻ കേട്ടോ കണ്ടോ എന്താണ് ഗായ്സ് ഈ ഇങ്ങനെ അല്ലേ? അറിയത്തില്ല ഗായ്സ്. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് കാണാം ഗായ്സ്. എൻ്റെ ഫോണിന് തന്നെ ഫ്രീ പ്രൊമോഷൻ ആയിരുന്നു കേട്ടോ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ. അതിൽ മാത്രമല്ല, ഈ നന്ദോടൻ താണ്ട് ഈ ഒരു വണ്ടിക്കും വേണ്ടിയിട്ട് ഇടയ്ക്ക് വെച്ച് നമ്മളൊന്ന് വണ്ടി നിർത്തേണ്ടി വന്നു, എന്തോ മേടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതാണ്ട് നമ്മൾ ഇല്ല കടയിൽ നിന്ന് മേടിച്ച ചിപ്സ് ഉണ്ടല്ലോ, അതും തിന്നുകൊണ്ടായിരുന്നു ഇവർ 3 പേരും നടക്കുന്നത്. 3 പേര് മത്സരിച്ച് തിന്നുമായിരുന്നു ഗൈസ്. എന്താ കാര്യം എന്നറിയത്തില്ല. കണ്ടോ, ഞാനാ നന്ദോണൻ ഈ പേരുള്ള വണ്ടി കിട്ടിയെന്ന് മാത്രമേ എനിക്കറിയത്തില്ല. അവർ നല്ല വിശ്വാസത്തോടു കൂടി കൊടുത്തെന്നാണ് പറഞ്ഞേക്കുന്നത് നന്ദോണൻ ഈ വണ്ടി. നന്ദോണനോട് അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ ഈ വണ്ടി നന്ദോണനെ ഏൽപ്പിച്ചത് എന്നാണ് നന്ദോണൻ പറയുന്നത്. കണ്ട ഗൈസ്, ഒരു പുഴു ഉണ്ടോ ഗൈസ്? ഈ നന്ദോണൻ ഈ വണ്ടി പൂട്ടാൻ പറ്റുന്നില്ല. 1 മണിക്കൂറായിട്ട്. പാവം എൻ്റെ അണ്ണ എവിടെ നിന്ന് പൂട്ടുവാ വണ്ടി. എന്നാ അടച്ചോ അണ്ണാ? എൻ്റെ അണ്ണൻ കിടന്ന് കഷ്ടപ്പെടുന്നു ഗൈസ്. അമ്മ യൂട്യൂബിൽ നോക്കണോ അണ്ണാ? അതുകൊണ്ടുണ്ടോ ഗൈസ്, തുറക്കും ഇപ്പം അടയ്ക്കുന്ന സൗണ്ട് കേൾക്കാം. കേട്ടോ പിന്നെയും തുറന്നു അടച്ചു. അടച്ചോ അണ്ണാ? ഇല്ല, ഇത് കഴിഞ്ഞിട്ട് എൻ്റെ യൂട്യൂബിലുള്ളവരറിയത്തേ ഉള്ളൂ. ഗൈസ്, വീട്ടിൽ ചെന്നിട്ട് വേണം ചപ്പാത്തി ഉണ്ടാക്കാൻ. എനിക്ക് പയ്യെ ഗൈസ്, ജോലി ചെയ്യാൻ എന്തൊരു മടിയാണ്. അതിനുശേഷം ഇവർക്ക് 3 പേർക്കും വേണ്ടി ചപ്പാത്തി ചുടുമായിരുന്നു. നന്ദോണന് 3-4 ചപ്പാത്തി കൊടുത്തു.
അന്നേരം അഖിൽച്ചേട്ടൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തോരണം എങ്ങനെ ഉണ്ടെന്ന്. ഞാനല്ല, അഖിൽച്ചേട്ടനാണ് കേട്ടോ. അങ്ങനെ അവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബീഫ് റോസ്റ്റ് മേടിച്ചിട്ടില്ലായിരുന്നു, അതും എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളും കൂടെ കഴിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ചപ്പാത്തി ഇട്ടതിന് ശേഷം ഞാനും അഖിൽച്ചേട്ടനും വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ആ വീഡിയോ എനിക്ക് കുറച്ചേ എടുക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു കേട്ടോ. ഗൈസ്, ഞാനും മമ്മൂട്ടിയോടും കൂടെ അടി ഉണ്ടാക്കുന്ന കണ്ട് രസിക്കുന്ന രണ്ട് ചെന്നായ്ക്കളാണ്. ഒന്ന് ഇതും ഒന്ന് ഇതും. ഇവരുടെ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കുന്നത്. ഇവരുടെ ചിരിയാണ്. ഒറ്റ ചവിട്ട് ഞാൻ തരും കേട്ടോ. ലൂഡോ കളിക്കാൻ തയ്യാറായിരിക്കുന്നു. അങ്ങനെ നമ്മളെ ഫോണിനകത്ത് കൊണ്ട് ലൂഡോ എടുത്തേക്കും. പറയുന്ന എല്ലാം വരും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗൈസ് എന്നെ ഇങ്ങനെ എന്തൊക്കെ പറയുന്നേ, ഇത് എന്തിയാ ഗൈസ്, ലൂഡോ എന്ത് അതാണ്ട്. അപ്പം നമ്മൾ ലൂഡോ കളിക്കാൻ പോവാണ്. ഇതാണ് എൻ്റെ എതിരാളി, ഇത് ചെന്നായ. അഖിൽച്ചേട്ടൻ അകത്തോട്ട് പോയിട്ടുണ്ട് ഗൈസ്, എടുത്തിട്ട് വരട്ടെ. ഇത് ഓണം. എൻ്റെ അടുത്ത് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതാണ് ഇവർക്ക് ഇത്രയും പേർക്കും ഇഷ്ടം. ഞാൻ അതിനൊത്ത് വഴക്കുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും. പിന്നെയാണ് ലൂഡോ കളിക്കുന്നത്. സത്യം പറഞ്ഞാൽ മിക്ക ദിവസവും ഇവിടെ ലൂഡോ കളി ഉണ്ട് കേട്ടോ. രാത്രിയിൽ നന്ദേട്ടനും മമ്മൂട്ടിയണ്ണനും ഇവിടെ വന്നിട്ട് ലൂഡോ കളിക്കും. എന്ന് വെച്ച് മാസത്തിൽ ഒരു 5-6 ദിവസമുണ്ട്. മിക്ക ദിവസം ഒന്നും പറയാൻ പറ്റത്തില്ല. അവസാനം ലൂഡോയ്ക്കകത്ത് ഞാൻ ജയിക്കും, ഇല്ലെങ്കിൽ നന്ദുവണ്ണൻ ജയിക്കും. നന്ദുവണ്ണൻ സൈലൻ്റ് ആയിട്ട് കളിക്കും, മമ്മൂട്ടിയണ്ണൻ അലച്ച് കളിക്കും, അഖിൽച്ചേട്ടൻ എന്നെ കളിയാക്കി ജയിക്കും, ഞാൻ ഇവരുടെ അടുത്ത് എല്ലായിടത്തും വഴക്കുണ്ടാക്കി ജയിക്കും. ഇതാണ് ഓരോരുത്തരുടെയും സ്വഭാവം എന്ന് പറയുന്നത്. എന്തായാലും ഈ ലൂഡോ കളിക്കെങ്കിലും ആരെങ്കിലും ജയിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. ഇടയ്ക്ക് വെച്ച് നന്ദുവണ്ണൻ്റെ ഒരു കോള് വന്നു. അങ്ങനെ നമുക്ക് കളി അവസാനിപ്പിക്കേണ്ടതായി വന്നു. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് ക്ലിപ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത്. അതിൻ്റെ ഇടയ്ക്കൂടെ കളിയാക്കമൊക്കെ നടക്കുന്നുണ്ട്. ആര് നോക്കും ആര് ജയിക്കുമെന്നുള്ള കാര്യത്തിലാണ് നടക്കുന്നത്. ആർക്കും വെട്ടാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. ഇത് ഓൺ വോയിസ് ഇടണം എന്നുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ അത്രയും തറ സ്വഭാവം കാണുമല്ലോ എന്നുള്ള ഒരു ചെറിയ ഭയം കൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് അല്ല, ഇതിൻ്റെ യഥാർത്ഥ വോയിസ് ഇടാത്തത്. ഞാൻ ഇങ്ങനെ ഓൺ വോയിസ് പറയുന്നതിൻ്റെ കാരണം എന്തായാലും ഉണ്ടല്ലോ, ഓരോരുത്തരെ വെട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു എൻ്റെ ആ മുഖത്ത് കാണുന്നത്. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. ഇവർ 3 പേരും എന്നെ ടാർഗറ്റ് ചെയ്ത് എപ്പോഴും വെട്ടാറുണ്ട്. പക്ഷെ എനിക്ക് അവസാനം വിഷമം വരും. ചില ദിവസങ്ങളിൽ ഞാൻ ലൂഡോയിൽ കഴിഞ്ഞാൽ എനിക്ക് അവസാനം ഒരു കരച്ചിലുണ്ട്. അവസാനം ഞാനും ഈ മമ്മൂട്ടിയണ്ണനും കൂടെ ഭയങ്കര അടിയിലാണ് പോകുന്നത്. അടിയെന്ന് വെച്ചാൽ മുട്ടൻ അടിയായിരിക്കും. പിന്നെ ഒരു മാസത്തേക്ക് മമ്മൂട്ടിയണ്ണൻ ഇങ്ങോട്ട് വരത്തില്ല, ഞാനോട്ട് മിണ്ടത്തുമില്ല. അങ്ങനെയാണ്. എത്രയോ വട്ടം കളിയിൽ ഞാൻ തോറ്റപ്പോൾ ഇവിടെ ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് അഖിൽച്ചേട്ടൻ പറഞ്ഞു എന്ന് ഇവളെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഞാൻ തോറ്റിട്ടില്ല. ഇവരെല്ലാവരും എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ തോറ്റിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് എൻ്റെ ദിവസങ്ങളായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അഖിൽച്ചേട്ടന് ക്ഷീണമായിട്ടുണ്ടായിരുന്നു. അഖിൽച്ചേട്ടൻ അവിടെ കിടന്നു. അപ്പോഴായിരുന്നു നന്ദോണന് കോള് വന്നത്. ആ ഫാനിൻ്റെ നല്ല കാറ്റുകൊണ്ട് ഞാനും കുറച്ച് നേരം വെച്ചു. ഇനിയിപ്പോൾ എന്തായാലും പോയി ഗേറ്റൊക്കെ അടയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ നേരെ പോയി ഗേറ്റ് അടയ്ക്കുവാണ്. ഞാൻ അഖിൽച്ചേട്ടൻ്റെ അടുത്ത് അതെന്താ പറഞ്ഞതെന്നറിയാമോ, ഞാൻ പോയി ഇവരെ ഗെറ്റ് ഔട്ട് അടിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കണ്ടോ പാറി പറന്നു വരുന്നുണ്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്ന് പോയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഗണപതി അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല ഗൈസ്. ഭയങ്കര തിരക്കെന്ന് വിചാരിച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. ഗണപതി അമ്പലത്തിൽ അടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പോകാൻ. പിന്നെ ഫോണിൻ്റെ മറ്റേ സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിക്കാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പറ്റുമെങ്കിൽ, ഉറപ്പില്ല, പറ്റുമെങ്കിൽ നാളെ പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അറിയത്തില്ല, ഇതിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഉറപ്പാക്കിക്കോ ഞങ്ങൾ പോയി കാണത്തില്ല. എന്തായാലും പറ്റുമെങ്കിൽ പോകണം നാളെ രാവിലെ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ, ടാറ്റാ, ലവ് യു.